ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ നമ്മളൊരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാനൊരു ഓണം ഔട്ട്ഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ധാവണി സെറ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുവരെ ഞാൻ സാരി ധാവണി അങ്ങനത്തെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ ടൈം കളയണ്ടല്ലേ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഒരു അൺബോക്സിങ് ചെയ്യാമെന്ന്. സത്യത്തിൽ ഇന്ന് വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കിട്ടിയിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു കുർത്ത സെറ്റാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് ചെയ്യുന്ന ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ടോപ്പ് ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ആ ഒരു പിക്ചറിൽ കണ്ട പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നെക്ക് വന്നിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഹാൻഡ് വർക്ക് ടൈപ്പിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് റെഡ്, ഗ്രീന്, ബ്ലൂ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് 3/4 സ്ലീവ് വരുന്നുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇത് അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സൈഡിൽ വന്നിട്ട് ഇത് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു സീ ത്രൂ ടൈപ്പായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ അങ്ങോട്ട് അറിയുന്നില്ല. പിന്നെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി വരെ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു കളറൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് അങ്ങനെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ പാൻറ്റ് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അറിയും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇട്ട് നോക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ലാർജാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 596 രൂപ വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ട് വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മെറ്റീരിയലൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇപ്പോഴും അതിൻ്റെ റേറ്റ് 596 കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ സൈസസ് വന്നിട്ട് സ്മോൾ ടു XXL വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു പിക്ചറിൽ കണ്ട ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് ഒരു ഗൗൺ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഗൗൺ ടൈപ്പിൽ വന്നിട്ടുള്ള ഡ്രസ്സ്. ഇതാണ് നല്ല അടിപൊളി കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇത് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു കളറ് ഒരു ഓറഞ്ച് എന്നും കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതങ്ങനെ ഒരു വി കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബലൂൺ സ്ലീവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻഡിങ്ങിൽ ഇതങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ഒരു ബട്ടൺ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റും. കറക്റ്റ് ഇവിടെ ഒരു ഫിറ്റിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയർ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അടിപൊളിയായിട്ട് നല്ല ഫ്ലെയർ വരുന്നുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊന്നും കാണൂല. നിലത്ത് ഇങ്ങനെ തട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രിൻറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട്. സിബൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. നല്ല ഫിനിഷ് ആയിട്ടുള്ള നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ഫ്ലെയർ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ഡ്രസ്സാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 581 രൂപയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ട് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറയാൻ മറന്നു. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് 678 രൂപ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതിന് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീന്, ബ്ലാക്ക്, പിസ്ത ഗ്രീനൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. എന്താ പറയുക, റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ വാങ്ങിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു ഓറഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് വന്നിട്ട് ഓറഞ്ചിൽ വന്നിട്ട് ഒരു ബ്രൗൺ മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഈ ഒരു ഗൗൺ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ഗൗണിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഗൗണിൻ്റെ കൂടെ ഇങ്ങനെ ഇതൊരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സിലെ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ ബെൽറ്റ് വന്നിട്ടുള്ളത്. ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് ആണ് കേട്ടോ. രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏത് സൈസുകാർക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ ഇട്ടിട്ട് നമുക്ക് ബാക്കിൽ ഇതങ്ങനെ 2 ബട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബെൽറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ ഈ ഒരു ബെൽറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 95 റുപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു റേറ്റിന് എന്തുകൊണ്ട് വെറുത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. എന്തായാലും നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ധാവണി സെറ്റാണ്. ഞാനിങ്ങനെ മീഷോയിൽ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു ഡ്രസ്സ് കണ്ടത്, ബ്ലാക്ക് കളറ്. അപ്പോൾ ബ്ലാക്ക് കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് ഇട്ട് നോക്കിയത്. എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് സ്കേർട്ടും ബ്ലൗസും അങ്ങനത്തെ ഈ ഒരു ധാവണീൻ്റെ ആ ഒരു ദുപ്പട്ടുണ്ടല്ലോ, ആ ഒരു അങ്ങനെ 3 കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് സ്കേർട്ട് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ധാവണിയിൽ വന്നിട്ടുള്ള ആ ഒരു സ്കേർട്ട് തന്നെയാണ് പറയുക, ചോളി എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഇത് വന്നിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ വന്നിട്ട് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പുറത്ത് ഇതങ്ങനെ ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ബ്ലാക്കും ഒരു ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഇതങ്ങനെ നല്ല വീതിയിലുള്ള ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളറിലുള്ള കരയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്കേർട്ടാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ ഈ ഒരു സ്കേർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കിതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം. അടുത്ത് നമ്മുടെ ഈ ഒരു ധാവണി സെറ്റിൽ വന്നിട്ടുള്ളത് ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. നമ്മളിങ്ങനെ സാരി പോലെ ഇടുന്ന ആ ഒരു സംഭവമാണിത്. ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല വിഡ്ത്തും അതുപോലെ തന്നെ നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സൈസൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ 2 അറ്റത്തും ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള ഈ ഒരു പട്ടിൻ്റെ ഈ ഒരു കര കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വന്നിട്ട് നല്ല വീതിയിലുള്ള ഒരു കരയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഒരു വശത്ത് വന്നിട്ട് ചെറിയ കരയാണ്. ഇത് ഏത് വശം എങ്ങനെ ഇടേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതും ഷിഫോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് വരുന്നില്ല കേട്ടോ, കുറഞ്ഞ സ്ലീവാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് ഫുള്ളായിട്ടും ആ ഒരു ഗോൾഡൻ കളറിലുള്ള കരയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. എന്താ പറയുക, ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടാനായിട്ടുള്ള അങ്ങനെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്കിൽ അവർ ഉക്സ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്.
സത്യം പറഞ്ഞാൽ ഒരു മറന്നു പോയതാണോ എന്നറിയില്ല. ഉക്സ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളെ സൈസിന് വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഉക്സ് ഉണ്ടായിരുന്നില്ല, പക്ഷെ വെക്കാനായിട്ട് ഉക്സ് അതിന് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംഭവം ഇങ്ങനെ കിട്ടിയപ്പോൾ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന്. ആദ്യമായിട്ടാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ ആ ഒരു ഉക്സ് വെക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, നെക്ക് വന്നിട്ട് ബാക്ക് പോർഷൻ നല്ല വൈഡായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ബാക്ക് പോർഷന് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു ബ്ലൗസിൽ. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് വീഡിയോ സൈഡിലിടാം. ബാക്ക് പോർഷൻ നല്ല വൈഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 741 രൂപയാണ്. ഈ ഒരു റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് റേറ്റ് വെർത്താണ് തോന്നിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് 770 രൂപ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെയും കളർ ചേഞ്ച് അവൈലബിൾ ആണ്. ഒരു ഗ്രീനും മെറൂണും പിന്നെ ഒരു റെഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് കേട്ടോ, വേറെ സൈസ് ഒന്നുമില്ല. ഫ്രീ സൈസിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്ലൗസ് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ സെറ്റ് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം, ദുപ്പട്ട, ടോപ്പ് അങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ്, അതുപോലെ തന്നെ ഹാൻഡ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. നെക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നെക്ക് വന്നിട്ട് എന്താ പറയുക, ഒരു റെയിൻബോ കളർ പോലെയാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി കളേഴ്സാണ്, ഒരു മൾട്ടി കളറായിട്ടാണ് ഇതിന് നെക്ക് വന്നിട്ടുള്ളത്. ആ ഒരു നെക്കിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് വരുന്നുണ്ട്. പിന്നെ എൻഡിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക ലേസ് ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വന്നിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രേപ്പ് സിൽക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്, കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ സൈഡിൽ ഓപ്പൺ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ലാർജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത്. ആ ഒരു സെയിം പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദുപ്പട്ടയ്ക്കും വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 4 സൈഡിലായിട്ടും ആ ഒരു നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ സ്ലീവിൽ കണ്ടിട്ടുള്ള ആ ഒരു ലേസിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ല വിഡ്ത്തും അതുപോലെ തന്നെ നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ദുപ്പട്ടേനെ കുറിച്ച് പറയാനുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോട്ടം നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു വിസ്കോസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതങ്ങനെയാട്ടോ നല്ല ക്വാളിറ്റിയിലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഒരു നോർമൽ ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ക്രീം ഓറഞ്ച് അങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വന്നിട്ട് 1083 രൂപ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്രൈസ് ഉണ്ട്, പക്ഷെ നല്ല വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഓണം ഔട്ട്ഫിറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇപ്പോൾ കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ സൈസസ് ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോ. ചിലപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് കിട്ടാൻ ചാൻസ് കുറവാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട്. ഞാൻ എന്തായാലും കോഡ് എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബാംഗിൾ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ആ ഒരു ധാവണി സെറ്റിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇതൊരു സിൽവർ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബാംഗിൾസ് ആണ്. ഇതൊരു ബ്ലാക്ക് സിൽവറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് 3 വലിയ ബാംഗിൾസും ബാക്കിയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ബാംഗിൾസും അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു സെറ്റ് കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 2.4 ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിറ്റിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ ബാംഗിൾസ് വന്നിട്ടുള്ളത്. കറക്റ്റ് ഫിറ്റിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 173 റുപ്പീസ് ആണ്. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ട് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് 2.4ഉം 2.6ഉം 2.8ഉം അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ബാംഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്. സോ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എന്തായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനിയും അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.